എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ രേവതിക്കുട്ടി കട്ടക്കലിപ്പിലാണ്. കാരണം രണ്ടുപേരുടെയും ഫുൾ ബോഡി ചെക്കപ്പിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് ഗ്രേസിയമ്മയ്ക്ക് വലിയ കുഴപ്പമില്ല. പക്ഷേ മാമച്ചായൻ്റെ കാര്യം വളരെ പരിതാപകരമാണ്. ശരീരത്ത് എന്തൊക്കെ കണ്ടൻ്റ് ഉണ്ടോ അതെല്ലാം ഹൈ ആണ്. അതിൻ്റെ പേരിൽ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം മാമച്ചായൻ പറയുന്നുണ്ട് എൻ്റെ ജീനിൻ്റെ ഗുണമാണ്, അല്ലാതെ ഞാനൊന്നും കാണിച്ചിട്ടല്ല എന്ന്. അതിനും രേവതി നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് രേവതിക്കുട്ടിയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. അന്നേരം എന്തേ ഫോൺ എന്ന് മാമച്ചായൻ പറയുമ്പോൾ അതെടുക്കാൻ എനിക്കറിയാം, ഞാൻ തിരിച്ചു വരുമ്പോൾ ഇവിടെ തന്നെ കാണണം എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ എടുത്തുകൊണ്ട് അങ്ങ് പോകുന്നത്. രേവതിക്കുട്ടി പോയി കഴിയുന്നതേ ഓടി റൂമിലേക്ക് പോകാൻ തുടങ്ങുന്ന മാമച്ചായനെ പിടിച്ചിരുത്തും ഗ്രേസിയമ്മ. അങ്ങനെ ഇപ്പോൾ അകത്ത് പോയി കിടക്കണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ രേവതി വരാൻ വേണ്ടി മാമച്ചായനും ഗ്രേസിയമ്മ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. ഈ സമയം ഫോൺ എടുത്ത് കഴിയുമ്പോൾ അത് അലീനയാണെന്ന് മനസ്സിലാവും. അലീനയോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ വൈജയന്തി വീട് വിട്ട് ഇറങ്ങി പോകുന്നതും ഇപ്പം തറവാട്ടിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. ഇനി എത്ര ദിവസം അവിടെ കാണും എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട് ഞാനല്ല തീരുമാനങ്ങൾ എടുക്കുന്നത്, കൃഷ്ണമോളും ഭവതിയും രോഹിത്തും കൂടെ തീരുമാനം എടുക്കും, ഞാൻ കൂടെ നിൽക്കും, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട് ചേച്ചിയുടെ അമ്മയ്ക്ക് ആരും സന്തോഷിക്കുന്നതും ആരും സമാധാനത്തോടെ കഴിയുന്നതും ഇഷ്ടമല്ലെന്ന് തോന്നുന്നത്, അതുകൊണ്ട് അവരിങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവിടുത്തെ വിശേഷങ്ങൾ എന്താണ് എന്ന് ചോദിക്കുമ്പം രേവതിക്കുട്ടി പറയുന്നുണ്ട് രണ്ടുപേരുടെ റിസൾട്ട് കിട്ടിയ കാര്യമൊക്കെ ഞാൻ അവരൊന്ന് ഉപദേശിക്കുമായിരുന്നു എന്ന് പറയുമ്പം നിൻ്റെ ഉപദേശമല്ലേ വറുത്ത് കോരുമായിരുന്നായിരിക്കും, എനിക്ക് മനസ്സിലാക്കി എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് അലീന. അത് കഴിഞ്ഞ് രേവതിക്കുട്ടി പറയുക ദേ ഒരു വിശേഷം കൂടിയുണ്ട്, ഞങ്ങൾ ഇന്ന് ടോണിച്ചായൻ്റെ കൂടെ ഷെറിൻ ചേച്ചിയുടെ വീട്ടിലോട്ട് പോവുകയാണ് എന്ന്. അന്നേരം ഈ ടോണിച്ചായൻ എങ്ങനെയാണ് നിങ്ങളുടെ ഗ്യാങ്ങിലേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പം രേവതിക്കുട്ടി അന്ന് നടന്ന സംഭവമൊക്കെ പറയുന്നുണ്ട്. മദ്യപിച്ച് വന്ന് ബഹളം വെച്ചതും പിന്നെ പശ്ചാത്താപം തോന്നിയതും ഒക്കെ പറയുന്നുണ്ട്. ഏതായാലും പോയി കണ്ട് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുമോ എന്ന് എന്നൊക്കെ അലീന പറയുന്നു. അതുപോലെ മാമച്ചായനെയും ഗ്രേസിയമ്മയും ചെറിയ രീതിയിലൊക്കെ വഴക്ക് പറയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ വയ്ക്കുന്നത്. ഫോൺ വെച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പം ഗ്രേസിയമ്മയുടെ തോളെ കിടന്ന് പയ്യെ മയങ്ങുവാണ് മാമച്ചായൻ. അത് കാണുമ്പോൾ ഒരു ചിരിയൊക്കെ വന്നുണ്ട് രേവതിക്കുട്ടിക്ക്. രേവതിക്കുട്ടി അകത്തേക്ക് കയറി വന്നിട്ട് ഗ്രേസിയമ്മയും കെട്ടിപ്പിടിച്ച് ഇരിക്കുന്നൊക്കെയുണ്ട്. പിന്നീട് ടോണിച്ചായനെയാണ് കാണിക്കുന്നത്. ഏതായാലും ടോണിച്ചായൻ പറ്റിച്ചിട്ടൊന്നുമില്ല, വന്നു കഴിയുമ്പോഴേക്കും രേവതിക്കുട്ടി റെഡിയായി കേട്ടോ. അന്നേരം അകത്ത് കയറി ഇരുന്നാലോ, നമുക്കൊരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാം എന്ന് പറയുമ്പം അയ്യോ ഇനിയും ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ താമസിച്ചു പോകുകയല്ലേ, നമുക്ക് പോയാലോ എന്ന് ചോദിക്കും ടോണി. അന്നേരം നമുക്ക് പോകണമെങ്കിൽ ഗ്രേസിയമ്മയും മാമച്ചായനെ റെഡിയാകണ്ടേ, ആ സമയമുണ്ട്, കയറി വാ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുവാണ്. അന്നേരം ടോണിക്ക് ഒരു മടി. അന്നേരം ഞാൻ ഭീഷണിപ്പെടുത്തണോ എന്ന് ചോദിക്കുന്നുണ്ട് രേവതിക്കുട്ടി. രേവതിക്കുട്ടിയുടെ സ്വാഭാവികമായ ക്യാരക്ടർ മാറില്ലല്ലോ. അന്നേരം വേണ്ട ഞാൻ കയറി വരാമെന്ന് പറയുന്നു. അങ്ങനെ അകത്ത് വന്ന് ടോണിച്ചാന് ചായയൊക്കെ കൊടുക്കുന്നുണ്ട്. ടോണി ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും റെഡിയായി വരുവാണ് ഗ്രേസിയമ്മയും മാമച്ചായനോടെ. അന്നേരം മാമച്ചായൻ ചോദിക്കുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് പോയാൽ പ്രശ്നമാകുമോ, ഇതിനു മുമ്പ് ഞങ്ങളൊന്ന് പോയപ്പം പ്രശ്നമായതാണ്, അതിൻ്റെ ഒരു ടെൻഷനുണ്ട് എന്നൊക്കെ പറയുമ്പം എന്ത് പ്രശ്നം ഉണ്ടായാലും നമുക്കത് സോൾവ് ചെയ്യാമെന്നേ, ഏതായാലും ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴും പ്രശ്നങ്ങളുണ്ടാവും, കാരണം നിങ്ങൾക്ക് അറിയാലോ, പിന്നെ എൻ്റെ ഭാര്യയെ കാണരുത് എന്ന് പറയാനുള്ള അവകാശമൊന്നും അവർക്കില്ല, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഞാൻ ഇടിച്ചു കയറും, പിന്നെ അറ്റുകൈക്ക് നിങ്ങൾ എൻ്റെ ബന്ധുക്കളാണ് എന്ന് വരെ ഞാൻ പറയും, ഒപ്പം നിങ്ങൾ നിന്നോണം, അവരെന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മറുപടിയൊക്കെ ഞാൻ പറഞ്ഞോളാം, സൈലൻ്റായിട്ട് സപ്പോർട്ട് തന്നാൽ മതി എന്നൊക്കെ പറയുന്നു. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട് ഉറപ്പായിട്ട് സപ്പോർട്ട് തന്നിരിക്കും, പിന്നെ കഴിഞ്ഞ ദിവസത്തെ പോലെയാണോ സംസാരിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ചെറുതായിട്ടൊന്ന് ചൊറിയുമ്പം ഞാൻ അങ്ങനെ എപ്പോഴും പ്രശ്നക്കാരനൊന്നും അല്ല കേട്ടോ, അന്നത്തെ ഒരു ദിവസം മദ്യപിച്ച് ലക്ക് കിട്ടപ്പോൾ സംഭവിച്ചു പോയതാണ് എന്ന് പറയുമ്പോൾ ഗ്രേസിയമ്മ പറയുന്നുണ്ട് ഇവള് ചൊറിയാൻ വേണ്ടി പറയുന്ന അതിനൊന്നും മറുപടി പറയണ്ട ടോണിയെന്ന്. ഏതായാലും അവർ പോകുന്നു. നേരെ ഷെറിൻ്റെ വീട്ടിൽ പോയി വണ്ടി നിർത്തുന്നു. അന്നേരം ഭയങ്കര ടെൻഷനാണ് എല്ലാവർക്കും. അന്നേരം ടോണി ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാനത് ഡീൽ ചെയ്തോളാം എന്ന് പറയുന്നു. പിന്നെ ടോണിച്ചായനെ അകത്ത് കിട്ടുമോ എന്ന് ടോണിക്ക് തന്നെ ചെറിയൊരു സംശയമുണ്ട്. കാരണം ഒരു വർഷമായി ഷെറിനെ ഇവിടെ കൊണ്ട് വിട്ടിട്ട് പോയിട്ട്, അതുമാത്രമല്ല ഷെറിനെ കൊണ്ടുവിടാൻ വന്നപ്പം എല്ലാവരെയും നല്ല രീതിയിൽ ചീത്ത പറഞ്ഞിട്ടുമാണ് ടോണി പോയത്, അതുകൊണ്ട് ചെറിയൊരു സംശയമുണ്ട്. പിന്നെ എന്തൊക്കെ സംഭവിച്ചാലും ഷെറിനെ കണ്ടിട്ടേ ഞാൻ പോരുള്ളൂ, കാരണം ആ കുഞ്ഞിനെ പറ്റി ഇനി എന്തെങ്കിലും അറിയണമെങ്കിൽ ഷെറിൻ വാ തുറക്കണം, അല്ലാതെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ടോണിച്ചൻ പറയുന്നുണ്ട്. അതായാലും അകത്തോട്ട് കയറി പോവാണ്. എന്നിട്ട് പറയും ഞാൻ ആദ്യം പോകാം, എന്നിട്ട് എങ്ങനെയാണ് സാഹചര്യം എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം നിങ്ങളെ വിളിക്കാം, നിങ്ങൾ ആ സമയത്ത് വന്നാൽ മതി എന്നൊക്കെ പറയുന്നു. ഏതായാലും ടോണി അകത്തേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും നല്ല ടെൻഷനാണ് ഗ്രേസിയമ്മയ്ക്ക്. പ്രശ്നമാവുമോ മാമച്ചായ എന്ന് ചോദിക്കുമ്പം പ്രശ്നമാകാൻ തന്നെ ചിലപ്പം കുറച്ച് സംസാരം ഉണ്ടാവും, അതിനപ്പുറം ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഏതായാലും ടോണിച്ചായം പോയി കോളിംഗ് ബെല്ലടിച്ച് കഴിയുമ്പം ഇറങ്ങി വരുന്നത് റോബിച്ചനാണ്. റോബിച്ചന് ടോണി കാണുന്നതേ ദേഷ്യമാണ്. നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പം ഇതെൻ്റെ ഭാര്യ വീടാണ്, ഇവിടെ വരാൻ എനിക്ക് ആരുടെയും അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പം ഭാര്യ വീടോ, നീ നിൻ്റെ ഭാര്യനെ ഇവിടെ കൊണ്ട് വിട്ടിട്ട് പോയപ്പോൾ
കൊണ്ട് വിട്ടിട്ട് പോയിട്ട് ഇപ്പം 1 വർഷമായി, ഇപ്പോഴാണോ നിനക്ക് ആ ഓർമ്മയൊക്കെ വന്നത് എന്ന് ചോദിക്കുമ്പം അതെന്താണെങ്കിലും എനിക്കിപ്പം ഷെറിനെ ഒന്ന് കാണണം, അതിന് വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് പറയും. പറ്റില്ല എന്നുള്ള രീതിയിലാണ് റോബിൻ നിൽക്കുന്നത്. അന്നേരം ആൻസി ഇറങ്ങി വരും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാ റോബിച്ചായ ഇങ്ങനെ വാശി പിടിക്കുന്നത്, കാണാൻ വന്ന ആളെ കണ്ടിട്ട് പോട്ടേന്നേ, അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ലല്ലോ എന്ന് പറയും. അന്നേരം റോബിച്ച സമ്മതിക്കാതെ ഇരിക്കുമ്പം ടോണി പറയുന്നുണ്ട്, അതെ എനിക്ക് എൻ്റെ ഭാര്യയെ കാണാൻ യാതൊരു തടസ്സവും ഇല്ല, ഇപ്പോഴും ബന്ധം വേർപെടാത്ത എൻ്റെ ഭാര്യയെ കാണാൻ നിങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിക്കും, ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടാണ് വന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിളിച്ചോളാൻ അവർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പം പോലീസിന് ഞങ്ങൾ ഇതിനു മുമ്പും കണ്ടിട്ടുള്ളതാണ് എന്ന് റോബിച്ചൻ പറയും. അന്നേരം ടോണി പറയുന്നുണ്ട്, പോലീസ് മാത്രമല്ല പഞ്ചായത്ത് പ്രസിഡൻറ്റും മെമ്പറും അങ്ങനെ കുറച്ച് പേരെ കൂടി ഞാൻ വിളിക്കും, കാരണം നിങ്ങൾ ഒളിപ്പിച്ചു വെച്ച കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അത് നാട്ടുകാരൊക്കെ അറിയട്ടെ എന്ന് പറയുവാണ്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് അങ്ങ് ഒതുങ്ങും റോബി. എന്നിട്ട് റോബിൻ പറയുവാണ്, ഇനിയിപ്പം കാണണമെന്ന് നിർബന്ധമാണെങ്കിൽ നീ കയറി കണ്ടോ എന്ന്. ഏതായാലും ടോണി അകത്തേക്ക് പോകുന്നു. അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത് ആൻസിയാണ്. അവർ അകത്തേക്ക് പോയി കഴിയുന്ന ഉടനെ റോബിച്ചൻ ആൽബിച്ചനെ വിളിക്കുന്നുണ്ട്, ഇങ്ങനെ ടോണി വന്നിട്ടുണ്ട്, അവൻ ഇത്തിരി മുടയാണ് എന്ന് പറയുന്നു, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അച്ചായനെ ഇങ്ങോട്ട് വരണം, അതുകൂടാതെ അവിടുത്തെ അച്ചായനെ വിളിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടാണ് ഫോൺ വയ്ക്കുന്നത്. ഈ സമയം ആൻസി ഷെറിൻ്റെ റൂമിൻ്റെ വാതിൽക്ക് വന്നിരുന്നിട്ട് റൂം പൂട്ട് തുറക്കുക. അന്നേരം ഇതെന്തെങ്കിലും പൂട്ടിയിട്ടേക്കുന്നത് എന്ന് ചോദിക്കും ടോണിച്ചൻ. അന്നേരം പറയുന്നുണ്ട്, റൂം തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുകയില്ല, പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോവും, എന്നിട്ട് റോഡിലൂടെ അങ്ങ് ചുമ്മാ അങ്ങ് നടന്നു പോകും, അതുകൊണ്ടാണ് പൂട്ടിയിട്ടേക്കുന്നത് എന്ന് പറയുന്നു. പുറത്തുനിന്ന് പൂട്ട് തുറന്നു കഴിയുമ്പോൾ അകത്ത് കുറ്റിയിട്ടേക്കുവാണേ. അന്നേരം ഇതെന്താ റാണിമോളെ ഒന്ന് തുറക്കാവോ എന്ന് ചോദിക്കും. അന്നേരം ഇല്ല, നിങ്ങൾ എന്നെ പൂട്ടിയിട്ടേക്കുമല്ലേ, അതുകൊണ്ട് ഞാനും കുറ്റിയിട്ടേക്കുക, ഇനി ഞാൻ തുറക്കുകയില്ല എന്ന് പറയും. അന്നേരം നല്ല മോളല്ലേ ഒന്ന് തുറന്നേ, ഒരു സർപ്രൈസ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു സർപ്രൈസും ഇല്ല, എന്നെ പറ്റിക്കാൻ വേണ്ടിയാണ്, ഞാൻ തുറക്കുകയില്ല എന്ന് തന്നെ പറയുന്നു. പിന്നെ കുറേ വിളിച്ച് കഴിയുമ്പോൾ അങ്ങ് തുറന്നിട്ട് അങ്ങ് മാറി നിന്ന് കഴിയുമ്പോഴാണ് ഒരു സംശയം, ബാക്കിൽ വേറൊരാളൂടെ ഉണ്ടോ എന്ന്. എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ടോണിയാണ്. ടോണിയെ കാണുന്നത് ഭയങ്കര സന്തോഷത്തോടെ എൻ്റെ ടോണിച്ചായൻ എന്ന് പറഞ്ഞാൽ ഓടി ഒന്ന് കെട്ടിപ്പിടിച്ചിങ്ങനെ മുറുക്കി പിടിച്ചെന്ന് കരയുവാണേ. അന്നേരം ഷെറിനെ ഒന്ന് തലോടണമെന്നും ഒന്ന് ചേർത്ത് പിടിക്കണമെന്നൊക്കെ ഉണ്ട് ടോണിക്ക്. കൈ പയ്യെ പൊങ്ങി വരും, പക്ഷേ ആ കൈ പിന്നെ അങ്ങ് താത്തിയിട്ടിട്ട് ഇങ്ങനെ അനങ്ങാണ്ട് നിൽക്കുവാണ്. അന്നേരം ഷെറിൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട്, എൻ്റെ ടോണിച്ചായനല്ലേ, എന്നിട്ട് എന്താ എന്നെ ഇവിടെ ഇട്ടിട്ട് പോയത്, ഇനി എന്നെ ഇവിടെ ഇട്ടിട്ട് പോകരുത് കേട്ടോ, എന്നെയും കൂടെ കൊണ്ടുപോകണം, എനിക്കിവിടെ ഇഷ്ടമല്ല, ഇവരെല്ലാവരും പറയും എനിക്ക് ഭ്രാന്താണെന്ന്, അതുകൊണ്ട് ഞാൻ ടോണിച്ചായൻ്റെ കൂടെ വന്നോളാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തുരുതരാ പറയുന്നു, കെട്ടിപ്പിടിക്കുന്നു. ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ പൊന്ന, എൻ്റെ ചക്കരി, എൻ്റെ ടോണിച്ചായന എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം വരുന്നുണ്ട് ടോണിക്ക്. പക്ഷേ ടോണി ഒന്ന് ചേർത്ത് പിടിക്കുന്ന ഒന്നുമില്ല. ഇത് ആൻസി ശ്രദ്ധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇടയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുമുണ്ട് ഷെറിൻ. നീ എന്നെ ഇവിടെ കൊണ്ട് വിട്ടിട്ട് പോയതല്ലേ, ഇനി കൊണ്ട് വിട്ടിട്ട് പോവോ, എന്നെ കൂടെ കൊണ്ടുപോവുകയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യത്തോടെയും പറയുന്നുണ്ട്. ഇതെല്ലാം കണ്ടിങ്ങനെ അനങ്ങാതെ നിൽക്കുവാണ് ടോണി. അത് കഴിഞ്ഞ് ടോണി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഷെറിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ ആൽബിച്ചൻ്റെ വണ്ടി വന്ന് നിൽക്കുന്നു. അപ്പോൾ ആ വണ്ടി എന്ന ആൽബിച്ചായനും അതുപോലെ ഷെറിൻ്റെ അപ്പച്ചനും ഒക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പം അവരെല്ലാവരും വണ്ടിയിലിരിക്കുന്ന മാമച്ചാനെയും അതുപോലെ ഗ്രേസിയമ്മയൊക്കെ കാണുന്നുണ്ട്. അവരകത്തേക്ക് പോയി ചെന്ന് കഴിയുമ്പം റോബിച്ചൻ പറയുന്നുണ്ട്, ആ എറണാകുളത്തുള്ളവരും വന്നിട്ടുണ്ട്, അവരാണ് ഇപ്പോൾ ടോണിയെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നത്, അവർക്കിപ്പോൾ ആ കൊച്ചെവിടെയാണെന്ന് അറിയണം, അതാണ് ആവശ്യമെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും എല്ലാവരും വന്നു കഴിയുമ്പം ടോണിയുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അന്നേരം ടോണി ഷെറിൻ്റെ കുഞ്ഞ് എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. അന്നേരം ഇവർക്ക് പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇവർ ദേഷ്യപ്പെടും. അന്നേരം നിങ്ങൾ എന്താ കാണിച്ചാൽ, ആ കുഞ്ഞിനെ നിങ്ങൾ കൊന്നോ അതോ പൈസയ്ക്ക് വിറ്റോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ടോണി. അവരെ പ്രകോപിപ്പിച്ചാലെങ്കിലും സത്യം പുറത്തേക്ക് വരുമോ എന്നറിയാൻ വേണ്ടിയായിരിക്കും. ഏതായാലും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര സുന്ദരിയായിട്ട് ഒരുങ്ങി വരുന്ന ഷെറിനെയൊക്കെ കാണിക്കുന്നുണ്ട്. ഷെറിൻ്റെ വിചാരം ടോണി കൂടെ കൊണ്ടുപോകും എന്നൊക്കെ ആയിരിക്കും. ഏതായാലും ടോണി തിരിച്ചു പോന്നു കഴിയുമ്പം റൂമിൽ കയറി വാതിലടിച്ച് പൊട്ടിക്കരയുന്ന ഷെറിനെ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വൈജയന്തിയെ കാണിക്കുന്നുണ്ട്. വൈജയന്തിയോട് അലീന പറയുവാണ് തിരിച്ച് വീട്ടിലോട്ട് വരണം, ഞാൻ ഇനി കൂടി പോയാൽ 3-4 ദിവസത്തെ ആ വീട്ടിൽ നിൽക്കുകയുള്ളൂ, ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുമ്പം നിൻ്റെ വാക്കല്ലേ, അത് ഞാൻ പലതവണ കേട്ടിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയുന്നു. വീണ്ടും അലീനെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായ രീതിയിൽ നാക്കിൻ്റെ മൂർച്ച വൈജയന്തി എടുക്കുമല്ലോ. അന്നേരം അലീന പറയുന്നുണ്ട്, നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങ് ആ മുറിവ് പെട്ടെന്ന് അങ്ങ് മുറിവുണ്ടായിട്ടുണ്ടെങ്കിൽ ആ മുറിവ് അങ്ങ് പെട്ടെന്ന് പോകും, പക്ഷേ മനസ്സിൽ ഉണ്ടാകുന്ന മുറിവ് ഒരിക്കലും പോകില്ല കേട്ടോ എന്നൊക്കെ പറയുന്നതും കാണിക്കുന്നുണ്ട്. എന്തായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.